അമ്മേനെ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ ഞാനൊന്ന് പറയുള്ളായിരുന്നു. പക്ഷേ ഞാൻ എങ്ങനെയൊക്കെയോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പഠിച്ചു. ഇന്ന് എൻ്റെ പ്രാർത്ഥനയിലൊരു 90% പ്രാർത്ഥനയും മറ്റുള്ളവരുടെ വേദനകളെ ഓർത്തും മറ്റുള്ളവരുടെ പ്രയാസങ്ങളും മറ്റുള്ള ആൾക്കാർ അനുഭവിക്കുന്ന ഓരോരോ രോഗങ്ങളും എല്ലാം പേര് ചൊല്ലി ഓരോ രോഗത്തെ ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും. അതെങ്ങനെ വന്നു, എങ്ങനെ എന്നിൽ ആ സമയത്ത് വന്നെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ സംസാരിക്കുകയായിരിക്കും അമ്മേനോട്, അമ്മേ ഇവരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ, ഞാനിവിടെ ഉണ്ടെങ്കിലും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അമ്മേ നീ വളരെ തിരക്കല്ലേ, നിനക്കപ്പോൾ ഒന്ന് മറ്റുള്ളവരെക്കുറിച്ച് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ മരിച്ചാത്മാക്കളെയും എല്ലാവരും ഞാൻ ഉൾപ്പെടുത്തിയിട്ടാണ് എൻ്റെ പ്രാർത്ഥന പോകുന്നത്. ഇങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോൾ എനിക്കത് എങ്ങനെ നിങ്ങളോട് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളാണ്. എങ്ങനെ അത് ചിലപ്പോൾ ഞാൻ ഒരു വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആൻസർ അയാൾ ചിലപ്പോൾ ഞാൻ ചുമ്മാ വിളിക്കുമ്പോൾ അയാൾ എന്നോട് പറയുന്നത്, ഷിബു ഇന്ന കാര്യം ശരിയായിട്ടുണ്ട്, ഷിബു ഇന്ന സ്ഥലത്ത് പോകുന്നില്ലേ എന്നാണ്. അങ്ങനെ ഈ പ്രാർത്ഥനയുടെ ശക്തിയും ഈ അനുഗ്രഹങ്ങളും ഓരോന്നായി വന്നു.